ഇത് A+കളുടെ കാലമാണല്ലോ. ഇനി A+ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ B+ ഇല്ലാതെ ജയിക്കുന്നവർക്ക് ഒരു ഭാവി വേണ്ടേ? തീർച്ചയായിട്ടും അവർക്ക് ജോലി ഉറപ്പാക്കുന്ന കുറേ കോഴ്സുകളുണ്ട്. മാർക്ക് കുറഞ്ഞവർക്കും പോയി സധൈര്യം എടുത്ത് അവർക്ക് ഒരു നല്ല കരിയർ, ഒരു ഗ്ലോബൽ കരിയർ കരസ്ഥമാക്കുന്ന കുറേ കോഴ്സുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വലിയ മാർക്കില്ലെങ്കിലും എടുക്കാവുന്ന ഒരു ഗ്ലോബൽ കരിയർ കരസ്ഥമാക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. 4 വർഷത്തെ കോഴ്സാണ്. വലിയ മാർക്കില്ലെങ്കിലും ഒരു മികച്ച കരിയർ ഉറപ്പാക്കാവുന്ന ഈ കോഴ്സിലേക്ക് മിടുക്കരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തീർച്ചയായിട്ടും കടന്നു വരാം. നമുക്ക് 20ഓളം ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കേരളത്തിലുള്ളത്. എല്ലാം തന്നെ യൂണിവേഴ്സിറ്റികൾ നേരിട്ട് നടത്തുന്ന പരീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയശതമാനം, ഹോട്ടൽ മാനേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ വിജയശതമാനം വളരെ കൂടുതലാണ്. ആ കോഴ്സിൽ എടുക്കുന്നവർ അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ വെടിപ്പും വൃത്തിയും അവിടുത്തെ ഫാക്കൽറ്റി എല്ലാം നോക്കിയെടുക്കുക. ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ഒരു 4 വർഷത്തെ ഈ കോഴ്സ് കഴിയുമ്പോൾ ഒരു പ്ലേസ്മെൻറ്റും ഒരു ഗ്ലോബൽ കരിയറും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉറപ്പാക്കാം കോഴ്സിൽ. മാത്രമല്ല ഇതിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൂടി നന്നാകും. നമ്മുടെ ഒരു പേഴ്സണൽ എൻഹാൻസ്മെൻറ്റ് കൂടി ഈ കോഴ്സിൽ നടക്കുന്നുണ്ട്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം, മികച്ച ജോലി കിട്ടും. വലിയ വലിയ ലക്ഷറി ഹോട്ടൽസിൽ മാത്രമല്ല, ക്രൂസർ ഷിപ്സിൽ, അതുപോലെ തന്നെ ചിലർക്കൊക്കെ ചില എയർലൈൻസിലും ഇപ്പം കിട്ടുന്നുണ്ട്. PR ആയിട്ടും മറ്റുമൊക്കെ അവർക്ക് സർവീസ് ചെയ്യാം. സാധാരണ മാർക്ക് കുറഞ്ഞാലും ധാരാളം അൺഎയ്ഡഡ് കോളേജ് ഉള്ളത് കൊണ്ട് തന്നെ, പ്രൈവറ്റ് കോളേജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ കൂടുതൽ പേരും BCom ആൻഡ് BBA സെലക്ട് ചെയ്യുന്നുണ്ട്. BCom നേരത്തെ ഉള്ളൊരു കോഴ്സാണ്. BBA ഈ അടുത്ത കാലത്ത് ഒന്നാണ്. BComൽ തന്നെ BCom വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, BCom വിത്ത് ടൂറിസം, BCom വിത്ത് ബാങ്കിങ്, BCom വിത്ത് ഫൈനാൻസ്, ഇങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി, BCom വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ കുറേ സ്പെഷ്യാലിറ്റികളുണ്ട്. ഏത് BCom പഠിച്ചു കഴിഞ്ഞാലും അതൊരു പ്രൊഫഷണൽ കോഴ്സായിട്ട് മാറണമെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചില ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് MBAക്ക് പോകാം. BBAക്കാർക്കും തീർച്ചയായിട്ടും BBAയിലും ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട്. അത് കഴിഞ്ഞാലും അവർക്ക് മികച്ച സ്പെഷ്യാലിറ്റി MBAയിലോട്ട് പോയിട്ട് ഒരു ജോലി കരസ്ഥമാക്കാം. ടൂറിസം മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ഉണ്ട്, പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഇൻഷുറൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഏത് മേഖലയിലും ഈ BComകാർക്കും BBAക്കാർക്കും തീർച്ചയായിട്ടും ഷൈൻ ചെയ്യാൻ കഴിയും. ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ഒരു ഗ്ലോബൽ കരിയർ കരസ്ഥമാക്കാം. മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട. നമുക്ക് നല്ല ലാംഗ്വേജ് ടീച്ചേഴ്സ് വേണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്തുകൊണ്ട് പോയിക്കൂടാ? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരുപാട് സെൽഫ് ഫൈനാൻസ് കോളേജിൽ കിട്ടും. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ട്രെയിനറാകാം. IELTS ട്രെയിനേഴ്സ് തന്നെ നല്ലൊരു വിഭാഗത്തിന് ഇവിടെ ജോബ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് സ്കൂളിൽ നല്ല അധ്യാപകർ വേണം, ഇംഗ്ലീഷ് അധ്യാപകർ വേണം, കോളേജുകളിൽ നല്ല പ്രൊഫസേഴ്സ് വേണം. ഇവരെല്ലാം തന്നെ വാർത്തെടുക്കുന്നതാണ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു കോഴ്സ്. ഇത് 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് MAക്ക് പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വേണമെങ്കിൽ പോകാം, പേരുകേട്ട യൂണിവേഴ്സിറ്റിയിൽ പോകാം, ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാം, റിസർച്ച് ചെയ്യാം, ഒരു ജോലി വാങ്ങാം. പിന്നെ ഡിഗ്രി കഴിഞ്ഞാൽ മോണ്ടിസോറി ട്രെയിനിങ് ടീച്ചേഴ്സ് ആവാം, മോണ്ടിസോറി ടീച്ചേഴ്സ് ആകാം. അതുപോലെ തന്നെ ഇതിന് പുറമെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് പഠിക്കാം. അതായത് +2 കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഫോറിൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് പുറമെ ഫോറിൻ ലാംഗ്വേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം വൻതോതിൽ നമ്മളെ മെട്രോ നഗരങ്ങളെല്ലാം തന്നെ സ്റ്റഡി ജർമ്മൻ, സ്റ്റഡി ഫ്രഞ്ച്, ചില സ്ഥലങ്ങളിലെങ്കിലും സ്റ്റഡി ജാപ്പനീസ്, സ്റ്റഡി കൊറിയൻ എന്നുള്ളൊക്കെ ബോർഡ് കാണുന്നുണ്ട്. ഇത് ഒരു ഗ്ലോബൽ ഒരു സൊസൈറ്റിയിൽ ഫോറിൻ ലാംഗ്വേജ് പരിശീലനം നടത്തുക എന്നുള്ളതൊരു കരിയർ ഉറപ്പാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു 6th സ്റ്റേജ് വരെ A1 A2 ലെവൽ മുതൽ 6th സ്റ്റേജ് വരെ ജർമ്മൻ തുടങ്ങിയ ലാംഗ്വേജിൽ
ഫ്രഞ്ച്, അതുപോലെ തന്നെ പോർച്ചുഗീസ് ലാംഗ്വേജ്, സ്പാനിഷ് ലാംഗ്വേജ്, കൊറിയൻ ലാംഗ്വേജ്, ജാപ്പനീസ്, ചൈനീസ്, ഇങ്ങനെയുള്ള ഫോറിൻ ലാംഗ്വേജുകൾ മുഴുവനും പഠിപ്പിക്കുന്ന ഒരു ട്രെയിനറായി മാറണമെങ്കിൽ ഒരല്പം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും പിന്നെ ഇൻ്റർപ്രറ്ററാകാം, ട്രാൻസ്ലേറ്ററാകാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ജോബ് കണ്ടെത്താൻ കഴിയും. മറ്റൊരു ബിരുദ കോഴ്സ് BA സോഷ്യോളജിയാണ്. ഒരു പഴയ കോഴ്സാണെങ്കിൽ ഇപ്പോഴത് കുറച്ചും കൂടെ പരിഷ്കരിച്ച് സെൽഫ് ഫൈനാൻസ് കോളേജുകളിൽ BSW എന്നുള്ള കോഴ്സുകളുണ്ട്. തീർച്ചയായിട്ടും മാർക്ക് കുറഞ്ഞാലും അത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് എടുക്കുമ്പോഴേ തന്നെ നിങ്ങൾ മനസ്സ് വയ്ക്കണം, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ നമ്മളെ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ MSW ഉണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലും വിദേശത്തും പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കർ ആകാൻ പറ്റുന്ന കോഴ്സാണ് ഈ BA സോഷ്യോളജിയും അതിനെ തുടർന്നുള്ള അല്ലെങ്കിൽ BSW തുടർന്ന് MSW ചില സ്പെഷ്യാലിറ്റികളൊക്കെ ഉണ്ട്. അത് ഏതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ജോബ്, ഒരു കരിയർ ഇന്ത്യയിലും പുറത്തും ഉറപ്പാണ്. ഇനി നമ്മുടെ ബിരുദ കോഴ്സിലെല്ലാം തന്നെ ഇപ്പോൾ 4 വർഷത്തെ ഓണേഴ്സ് കോഴ്സിലായല്ലോ. പക്ഷേ 3 വർഷത്തെ BVOC കോഴ്സുകൾ ഇപ്പോഴും ഉണ്ട്. BVOC കോഴ്സുകളെല്ലാം ഏറ്റവും മികച്ച കോഴ്സാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ചിലത് നമുക്ക് സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് ജോലി പരിശീലനം ഇൻറ്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ കഴിയും, ജോലി കിട്ടുകയും ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട 1-2 കോഴ്സുകൾ BVOC കോഴ്സുകൾ പറയാം. BVOC ഇൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. നമ്മളെ വിഴിഞ്ഞം പോർട്ടൊക്കെ വരുന്ന അവസരത്തിൽ ലോജിസ്റ്റിക്സിൻ്റെ ആൻഡ് സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ തന്നെ ഇതിന് വലിയ സാധ്യതയുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ കഴിയും, അത് ജോലി കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെയുള്ള BVOC ഇൻ ഫുഡ് പ്രോസസ്സിങ്. ചുരുക്കം ചില യൂണിവേഴ്സിറ്റി കോളേജുകളിൽ മാത്രമാണ് ഫുഡ് പ്രോസസ്സിങ് ഉള്ളത്. സ്വന്തമായിട്ട് ഈ പാസ്ട്രി മേക്കിംഗ്, കേക്ക് മേക്കിംഗ്, ഫുഡ് മേക്കിംഗ് ഒക്കെ ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗം കൂടെയാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം പോയാൽ മതി. ഇത് ഫുഡ് ടെക്നോളജി അല്ല, ഫുഡ് പ്രോസസ്സിങ് ആണ്. ഇതിൽ BVOC ആണ്. BVOC ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം. ഒരു വലിയ ബിഗ് ഇൻഡസ്ട്രിയാണ് ലോകത്ത് എല്ലായിടത്തും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാം, ജോലി ചെയ്യാം, സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് നടത്താം. അതുപോലെ തന്നെ BVOC ഇൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഏകദേശം നേരത്തെ പറഞ്ഞ ഒരു കോഴ്സുമായിട്ട് തുല്യതയുള്ളൊരു കോഴ്സാണ്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലി കണ്ടെത്താൻ കഴിയും. BVOC കോഴ്സുകളാണ്. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. ഇതെന്തായാലും ഒരു ജോബിന് വേണ്ടിയുള്ള കോഴ്സാണ്. BVOC കോഴ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് മാർക്ക് ഇല്ലെങ്കിലും കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു മേഖല നമുക്ക് നേരത്തെ തന്നെയുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള 13ഓളം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതിൽ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പോകണം. എല്ലാ വർഷവും കുട്ടികൾ അവിടെ ഉണ്ട്. ഒരുപാട് മാർക്കൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. പല സ്ഥലത്തും പലവിധ കോഴ്സുകളാണ്. പക്ഷേ എല്ലാം ജോലി ഉറപ്പാക്കും. ചിലതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്വന്തമായിട്ട് ജോലി കണ്ടെത്താനും കഴിയും, ഒരു സ്റ്റാർട്ടപ്പ് പോലും ഉണ്ടാക്കാൻ കഴിയും. കോഴ്സുകൾ ഇതാണ്: ഡിപ്ലോമ ഇൻ ഫുഡ് പ്രോസസ്സിങ്, ഡിപ്ലോമ ഇൻ ബേക്കറി ആൻഡ് കൺഫെക്ഷണറി. ഇതിനൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ജോലി ഉണ്ടാക്കേണ്ടി വരും, സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കേണ്ടി വരും. ഡിപ്ലോമ ഇൻ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ഉറപ്പായിട്ടും സ്റ്റാർ ഹോട്ടലിൽ, ലക്ഷറി ഹോട്ടലിലൊക്കെ ജോലി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ എന്നുള്ളൊരു കോഴ്സുണ്ട്, ഉറപ്പായിട്ട് ജോലി കിട്ടും. അതുപോലെ തന്നെ കാനിങ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ, ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. കാനിങ് ആൻഡ് ഫുഡ് പ്രിസർവേഷനും നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബേക്കറികളിൽ, വലിയ ഫുഡ് ഫാക്ടറിയിലൊക്കെ ജോലി കണ്ടെത്താം. നിങ്ങൾക്ക് സ്വന്തം സ്റ്റാർട്ടപ്പ് ഇടാം. അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കരിയറിൽ മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഒട്ടും പേടിക്കാതെ ഹോട്ടൽ മാനേജ്മെൻറ്റ് മുതൽ ഈ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 1 ഇയർ ഡിപ്ലോമ കോഴ്സ് വരെയുള്ള കോഴ്സുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി ജീവിതം മനോഹരമാക്കാൻ കഴിയും. കോഴ്സുകൾ മൊത്തം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട്, നിങ്ങളെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങൾക്ക് അതിന് പോലും ഇപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ കോഴ്സറ വഴിയും അതുപോലെ തന്നെ ഒരുപാട് വിദേശ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ
ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഡസൻ മാറ്റർ യുവർ +2 മാർക്സ്, യുവർ ക്വാളിറ്റി ഈസ് ദി മാറ്റർ, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ കരിയർ ഇൻ ദീസ് ഏരിയാസ്. താങ്ക് യു.